ഹായ് എവരിവൺ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സ്റ്റോൺസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് സ്റ്റോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ റോക്സിന് അതിൻ്റെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇഗ്നിയസ് റോക്സ്, അതുപോലെ തന്നെ സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഗ്രാനൈറ്റ്. സോ ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സോളിഡിഫിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ കൂളിംഗ് ഓഫ് മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്ന റോക്കുകളാണ് ഇഗ്നിയസ് റോക്കുകൾ എന്ന് പറയുന്നത്. സോ ഗ്രാനൈറ്റ് ഈസ് ഫോംഡ് ബൈ ദ സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ അറ്റ് എ കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്കുകളെ തന്നെ നമ്മൾ ആ ഡെപ്ത് അനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പർബേസൽ റോക്ക് ആൻഡ് വോൾക്കാനിക് റോക്ക്. അതിൽ പ്ലൂട്ടോണിക് റോക്കിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കൺസിഡറബിൾ ഡെപ്ത് ഫ്രം എർത്ത് സർഫസിലാണ് ഗ്രാനൈറ്റ് ഫോം ചെയ്യുക. ദെൻ ഗ്രാനൈറ്റിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ടും ക്വാർട്സും ഫെൽസ്പാറും ആയിരിക്കും ഉണ്ടാവുക, വിത്ത് മൈനർ എമൗണ്ട്സ് ഓഫ് മൈക്ക, ആംഫിബോൾസ് ആൻഡ് അതർ മിനറൽസ്. സോ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽ ഗ്രാനൈറ്റിൻ്റെ മെയിൻ മിനറൽ എന്ന് പറയുന്നത് ഏതാണ്? ഫെൽസ്പാർ ആണ്. സോ ഗ്രാനൈറ്റിലെ ഏറ്റവും മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ഫെൽസ്പാർ ആണ്. അതിനൊപ്പം തന്നെ ക്വാർട്സ് ഉണ്ട്, ദെൻ മൈനർ എമൗണ്ട്സ് ഓഫ് മൈക്ക, ആംഫിബോൾസ് ആൻഡ് അതർ മിനറൽസ്. ആൻഡ് ദിസ് മിനറൽ കോമ്പോസിഷൻ യൂഷ്വലി ഗീവ്സ് ഗ്രാനൈറ്റ് കളറുകൾ, ഡിഫറെൻറ്റ് കളേഴ്സ് ഗ്രാനൈറ്റിന് കൊടുക്കുന്നത് ഈ മിനറൽ കോമ്പോസിഷൻ ആണ്. ഏതൊക്കെയാണ്? റെഡ്, പിങ്ക്, ഗ്രേ ഓർ വൈറ്റ് കളർ. നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഗ്രാനൈറ്റ് നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് with the dark mineral grains visible throughout the rock, and the color of the granite varies according to the amount of feldspar. ഈ ഫെൽസ്പാറിൻ്റെ എമൗണ്ടിനനുസരിച്ചാണ് ഇതിൻ്റെ കളറ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ഫെൽസ്പാർ പറയുന്നത്. ആൻഡ് ഗ്രാനൈറ്റ് ഈസ് ഹാർഡ് ഇനഫ് ടു റെസിസ്റ്റ് അബ്രേഷൻ ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോങ് ഇനഫ് ടു ബിയർ സിഗ്നിഫിക്കൻറ്റ് വെയിറ്റ്. സോ ഇത് ഹാർഡാണ്, അതുകൊണ്ട് തന്നെ അബ്രേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് വെയിറ്റിനെയൊക്കെ ക്യാരി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അതിനുണ്ട്. ആൻഡ് ഇനർട്ട് ഇനഫ് ടു റെസിസ്റ്റ് വെതറിങ്. സോ ഇനർട്ടാണ്, അതുകൊണ്ട് തന്നെ വെതറിങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് അക്സെപ്റ്റ് എ ബ്രില്യൻ പോളിഷ്. നമ്മൾ ഫ്ലോറിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആൻഡ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഗ്രാനൈറ്റ് ഈസ് അബൌട്ട് 104 to 140 മെഗാപാസ്കൽ. ഗ്രാനൈറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 104 മുതൽ 140 മെഗാപാസ്കൽ വരെയാണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് വരുന്നത് 2.63 to 2.75. ദെൻ ഗ്രാനൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് സച്ചസ് ഏതൊക്കെയാണ്? ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്, ബ്രിഡ്ജിൻ്റെ പിയറും അബട്ട്മെൻറ്റും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഡാമുകൾ, ദെൻ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ്, ഇതിനൊക്കെ ഗ്രാനൈറ്റ് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. മെയിനായിട്ടും ബ്രിഡ്ജിൻ്റെ അബട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പിയർ, കോളം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഗ്രാനൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റെപ്സ്, വാൾസ്, ഫ്ലോറിംഗ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ഡോളറൈറ്റ്. സോ ഡോളറൈറ്റ് എന്ന് പറയുന്നത് ഹൈപ്പർബേസൽ റോക്കുകൾക്ക്, ഇഗ്നിയസ് റോക്സിലെ ഹൈപ്പർബേസൽ റോക്സിന് എക്സാമ്പിൾ ആയിരുന്നു. ആൻഡ് ഡോളറൈറ്റ് ഈസ് ഓൾസോ കോൾഡ് as ഡയബേസ്, ഈസ് എ ഫൈൻ ടു മീഡിയം ഗ്രെയിൻഡ് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക്. ഇത് ഫൈൻ ടു മീഡിയം ഗ്രെയിൻഡ് ആണ്, അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് കളറാണ്. ഇതൊരു ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ടഫ് ആൻഡ് ഇറ്റ് ഈസ് കോമൺലി ക്വാറിഡ് ഫോർ ക്രഷ്ഡ് സ്റ്റോൺ ആൻഡ് മോണുമെൻ്റൽ സ്റ്റോൺ. സോ മോണുമെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ടും അതുപോലെ തന്നെ ക്രഷ്ഡ് സ്റ്റോണിന് വേണ്ടിയുള്ള ഈ വേണ്ട പർപ്പസുകൾക്കുമാണ് ഇത്തരത്തിലുള്ള ഡോളറൈറ്റ് റോക്കുകൾ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാപ്പ് ഈസ് എ നെയിം യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഫോർ എനി ഡാർക്ക് കളേർഡ് ഇഗ്നിയസ് റോക്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ക്രഷ്ഡ് സ്റ്റോൺ. സോ ക്രഷ്ഡ് സ്റ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജനറലി ഉള്ള ഡാർക്ക് കളേർഡ് ഇഗ്നിയസ് റോക്സുകൾക്കൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ട്രാപ്പ് ഹാസ് ആൻ എക്സലൻറ്റ് ഫ്രീസ് ത്രോ റെസിസ്റ്റൻസ് ആൻഡ് എ ഗുഡ് അബ്രേഷൻ റെസിസ്റ്റൻസ്. സോ ഫ്രീസിങ് അതുപോലെ തന്നെ തോ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതിന് ഗുഡ് അബ്രേഷൻ റെസിസ്റ്റൻസ് ഉള്ള റോക്കുകളാണ് ട്രാപ്പ്. ദെൻ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.9 ആണ്. ആൻഡ് ദേ ആർ ഹാവിങ് എ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 300 to 350 മെഗാപാസ്കൽ. അപ്പം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല കൂടുതലാണ് ഇതിന്, ട്രാപ്പിന് ഒരു 300 to 350 മെഗാപാസ്കൽ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. ദെൻ ബസാൾട്ട്. സോ എർത്ത് സർഫസിൽ മോസ്റ്റ് കോമൺ റോക്ക് എന്ന് പറയുന്നത് ഏതാണ്? ബസാൾട്ട് ആണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ റോക്ക് ഓൺ എർത്ത് സർഫസ്. ആൻഡ് ബസാൾട്ട് ഈസ് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് കളേർഡ്, അതുപോലെ തന്നെ ഫൈൻ ഗ്രൈൻഡ് ആണ്, ഇഗ്നിയസ് റോക്കാണ്, കമ്പോസ്ഡ് മെയിൻലി ഓഫ് പ്ലാജിയോക്ലൈസ് ആൻഡ് പൈറോക്സിൻ മിനറൽസ്. അതിലെ മിനറൽസ് എന്ന് പറയുന്നത് പ്ലാജിയോക്ലൈസും അതുപോലെ തന്നെ പൈറോക്സിൻ മിനറൽസും ആണ്. ഇത്
ഇഗ്നിയസ് റോക്കാണ്. ഏത് ടൈപ്പ് ഇഗ്നിയസ് റോക്ക് ആയിരുന്നു? ബസാൾട്ടും ട്രാപ്പും ഒക്കെ വോൾക്കാനിക് റോക്കുകൾക്ക് എക്സാമ്പിളാണ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി ക്രഷ്ഡ് ഫോർ യൂസ് ആസ് ആൻ അഗ്രിഗേറ്റ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. സോ നമ്മളൊരു ക്രഷ്ഡ് അഗ്രിഗേറ്റ് ആയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുക. ദെൻ ക്രഷ്ഡ് ബസാൾട്ട് ഈസ് യൂസ്ഡ് ഫോർ റോഡ് ബേസ്, കോൺക്രീറ്റ് അഗ്രിഗേറ്റ്, അസ്ഫാൾട്ട് പേയ്മെൻറ്റ് അഗ്രിഗേറ്റ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റെയിൽ റോഡ് ബലാസ്റ്റിന്, റെയിൽവേ ബലാസ്റ്റുകൾ, റെയിൽവേ ട്രാക്കുകളിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ആ മെറ്റൽസ് എന്താണ്? റെയിൽവേ ബലാസ്റ്റ്. അതിനു വേണ്ടി യൂസ് ചെയ്യുക മെയിൻലി ബസാൾട്ടും ട്രാപ്പും ആയിരിക്കും. ആൻഡ് ഫിൽറ്റർ സ്റ്റോൺസ് ഇൻ ഡ്രെയിൻ ഫീൽഡ്സ് ആൻഡ് അതർ പർപ്പസസ്. സോ ഡിഫറെൻറ്റ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യാം. എങ്കിലും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഒരു കോൺക്രീറ്റ് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ബലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബസാൾട്ട് ആൻഡ് ട്രാപ്പാണ്. Then basalt is also cut into dimension stones and thin slabs of basalt are cut and sometimes polished for use of floor tiles. ഈ ബസാൾട്ടിൻ്റെ തിൻ സ്ലാബുകൾ കട്ട് ചെയ്തെടുത്ത് അത് ഫ്ലോറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിൽഡിംഗ് വെനീസ്, മോണുമെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റോൺ ഒബ്ജക്ട്സ്. സോ മോണുമെൻറ്റ്സും സ്റ്റോൺ ഒബ്ജക്ട്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബസാൾട്ട് യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.8 to 3 ആണ്. അതുപോലെ തന്നെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്, 150 to 190 മെഗാ പാസ്കൽ ആണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ മെഗാ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഒരു ഇഗ്നിയസ് റോക്കാണ് സൈനൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഹാർഡ് ഗ്രാനൈറ്റ് പോലെ തന്നെ ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു റോക്കാണ്. ദ സ്ട്രക്ചർ ഓഫ് സൈനൈറ്റ് ഈസ് കോഴ്സ് ഗ്രൈൻഡ്. ഇതിന് കോഴ്സ് ഗ്രൈൻഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വേരി ചെയ്യുന്നത് ഒരു 90 to 150 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ different colors but typically they are light in color, and crushed cyanite is commonly used as an aggregate in pavement construction and concrete making. So pavement construction വേണ്ടിയും അതുപോലെ തന്നെ കോൺക്രീറ്റിലൊക്കെ ഒരു അഗ്രിഗേറ്റ് ആയിട്ടും ക്രഷ്ഡ് സൈനൈറ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ എക്സ്റ്റേണൽ ഫേസിങ് ഓഫ് ബിൽഡിംഗ് വാൾ. ബിൽഡിംഗ് വാളുകളുടെ എക്സ്റ്റേണൽ ഫേസിങ്സ്, സോ എക്സ്റ്റേണൽ ഫേസ് ചെയ്ത് നിൽക്കുന്ന വാളുകൾക്ക് വേണ്ടിയും ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെഡിമെൻ്ററി റോക്ക്. നമ്മൾ ഇത്രയും പറഞ്ഞത് ഇഗ്നിയസ് റോക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരുന്നു. നെക്സ്റ്റ് സെഡിമെൻ്ററി റോക്സിന് എക്സാമ്പിൾസ് ആണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. സോ ലൈം സ്റ്റോൺ ബിലോങ്സ് ടു സെഡിമെൻ്ററി റോക്സ് വിച്ച് ആർ ഫോംഡ് ബൈ ദി ഡെപ്പോസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വെതറിംഗ്. സോ സെഡിമെൻ്ററി റോക്സ് എങ്ങനെയാണ്? വെതറിങ്ങിലൂടെ പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ആയാണ് ഇത് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് കാൽസ്യം കാർബണേറ്റ് ഇൻ ഹ്യൂജ് പ്രൊപ്പോർഷൻ. ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു കാൽക്കേറിയസ് റോക്കാണ്. അതിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ഈസിലി വർക്കബിൾ ആൻഡ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ലൈം സ്റ്റോൺ ഈസ് അബൌട്ട് 55 മെഗാ പാസ്കൽ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈം സ്റ്റോണിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 55, ചിലതിൽ 54 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ആ ഒരു റേഞ്ചാണ്, 54-55 മെഗാ പാസ്കലാണ്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ലൈസ് ബിറ്റ്വീൻ 2 to 2.75. സോ ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനാണ്? മാനുഫാക്ചറിങ് ലൈം ആൻഡ് സിമെൻറ്റ്. ലൈമിൻ്റെയും സിമെൻറ്റിൻ്റെയും മാനുഫാക്ചറിങ്ങിന് ഇത് യൂസ് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ലൈംസ്റ്റോൺ ഈസ് മെയ്ഡ് ഇൻ ടു ക്രഷ്ഡ് സ്റ്റോൺ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ റോഡ് ബേസ്, റെയിൽ റോഡ് ബലാസ്റ്റ്, ഫൗണ്ടേഷൻ സ്റ്റോൺ, ഡ്രെയിൻ ഫീൽഡ്സ്, കോൺക്രീറ്റ് അഗ്രിഗേറ്റ്സ് എക്സെട്ര. ഇത്തരം പർപ്പസുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലൈം ആൻഡ് സിമെൻറ്റ് മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നതാണ് ലൈം സ്റ്റോൺ. നെക്സ്റ്റ് ഈസ് സാൻഡ്സ്റ്റോൺ. സാൻഡ്സ്റ്റോൺ എന്നാണ് ഒരു സെഡിമെൻ്ററി റോക്കാണ്. കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് മിനറൽസ് ലൈക്ക് ക്വാർട്സ്, ഫെൽസ്പാർ, സിലിക്ക എക്സെട്ര. The hardness of sandstone depends on the proportion of minerals in it. So അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മിനറൽസ് ആണ് അതിൻ്റെ ഹാർഡ്നെസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈസിലി വർക്കബിൾ ആൻഡ് ഓൾസോ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. സോ ഈസിലി വർക്കബിൾ ആണ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ സാൻഡ്സ്റ്റോൺ അവൈലബിൾ ആണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.65 to 2.95 ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്, 65 മെഗാ പാസ്കൽ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെറ്റീരിയൽ ഫോർ പേവിങ്സ്, ദെൻ കോളം, ഫേസിംഗ് വർക്ക്സ് ആൻഡ് ഓർണമെൻ്റൽ കാർവിങ്സ്. സോ ഓർണമെൻ്റൽ വർക്കുകൾക്കൊക്കെയാണ് ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ചോക്ക്. സോ ചോക്ക് എന്താണ്? ഒരു സെഡിമെൻ്ററി റോക്ക് കണ്ടെയ്ൻസ് പ്യുവർ ലൈം ഇൻ ഇറ്റ്. സോ അതിന് വൈറ്റ് കളറാണ്. സോ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ലൈമാണ് ചോക്കിലുള്ളത്. ഇറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു പൗഡർഡ് ഫോം. സോ നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് അതിനെ പൗഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ആൻഡ് ഇറ്റ് ഈസ് ജനറലി വൈറ്റ് ഇൻ കളർ ആൻഡ് കണ്ടെയ്ൻസ് എ പോറസ് സ്ട്രക്ചർ. സോ നമ്മൾ റോക്കുകളുടെയൊക്കെ സ്ട്രക്ചർ പഠിച്ചിരുന്നതിൽ പോറസ് സ്ട്രക്ചറിന് ഒരു എക്സാമ്പിളാണ് ചോക്ക് എന്ന് പറയുന്നത്. ആൻഡ് പൗഡേർഡ് ചോക്ക് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ലൈം പുട്ടി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ പിഗ്മെൻറ്റ് ഇൻ പോർട്ട്ലാൻഡ് സിമെൻറ്റ്. സോ പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ഒരു പിഗ്മെൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ലൈം പുട്ടിയുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയും ചോക്ക് യൂസ് ചെയ്യാം. ദെൻ കൺകാർ. സോ കൺകാർ ഓർ കാലിച്ചെ
അതിൻ്റെ മറ്റൊരു പേരാണ് ക്യാലീച്ച എന്ന് പറയുന്നത്. ഫോൾസ് അണ്ടർ ദി സെഡിമെൻ്ററി റോക്ക് കാറ്റഗറി ആൻഡ് ഇറ്റ് ഈസ് ദ ഇംപ്യൂർ ഫോം ഓഫ് ലൈംസ്റ്റോൺ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇംപ്യൂർ ലൈംസ്റ്റോണിനാണ് എന്തെന്ന് പറയുന്നത് കൺകാർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പോറസ് ഇൻ സ്ട്രക്ചർ ആൻഡ് ഇറഗുലർ ഇൻ ഷേപ്പ്. പോറസ് സ്ട്രക്ചറാണ്, ഇറഗുലർ ഷേപ്പാണ്. ആൻഡ് കൺകാർ ഈസ് ദ ഇംപ്യൂർ ഫോം ഓഫ് ലൈംസ്റ്റോൺ ആൻഡ് ഇറ്റ്സ് ഹാർഡ്നെസ് വേരീസ് ഫ്രം സോഫ്റ്റ് ടു ഹാർഡ്. ആൻഡ് കൺകാർ ഈസ് യൂസ്ഡ് ആസ് ആൻ അഗ്രിഗേറ്റ് ഇൻ പേവ്മെൻറ്റ് കൺസ്ട്രക്ഷൻ. പേവ്മെൻറ്റ് കൺസ്ട്രക്ഷൻ ഒരു അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ മെയിനായിട്ടും ഹൈഡ്രോളിക് ലൈമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൺകാറാണ്. ദെൻ ഹാർഡ് കൺകാർ ഈസ് യൂസ്ഡ് ഫോർ ഫൗണ്ടേഷൻ. ഹാർഡായിട്ടുള്ള കൺകാർ നമുക്ക് ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ദ മെറ്റമോർഫിക് റോക്ക്. സോ ഇഗ്നിയസ് റോക്ക് പറഞ്ഞു, സെഡിമെൻ്ററി റോക്ക് പറഞ്ഞു. നെക്സ്റ്റ് ഇതിന് രണ്ടിനും മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്ന റോക്കുകളാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് മാർബിൾ. So marble belongs to the metamorphic category of rocks and is formed when limestone is subjected to excessive heat and pressure. ലൈംസ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത് മാർബിൾ ഉണ്ടാകുന്നത്. ലൈംസ്റ്റോൺ ഒരു സെഡിമെൻ്ററി റോക്ക് ആയിരുന്നു. ആ സെഡിമെൻ്ററി റോക്കായ ലൈംസ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്നതാണ് മാർബിൾ എന്ന് പറയുന്നത്. സോ അതിന് കാരണം എക്സസീവ് ആയിട്ടുള്ള ഹീറ്റും പ്രഷറുമാണ്. ആൻഡ് ഇതൊരു കാൽക്കേറിയസ് റോക്കിന് എക്സാമ്പിളാണ്. സോ മാർബിളിൻ്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്താണ് കാൽക്കേറിയസ് റോക്കാണത്. ആൻഡ് മാർബിൾ ഈസ് ഹാർഡ് ആൻഡ് കോമ്പാക്ട് ഇൻ നേച്ചർ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ടേക്ക് എ ഗുഡ് പോളിഷ്. സോ ഗ്രാനൈറ്റ് പോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു പോളിഷ് കൊടുക്കാനായിട്ട് കഴിയും. സോ ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അബൌട്ട് 72 MPa ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാർബിൾ എന്ന് പറയുന്നത് 2.72. ദെൻ മാർബിൾ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ്, ഫേസിംഗ് വർക്ക്സ്, സ്റ്റെപ്സ് എക്സെട്ര. സോ ഫ്ലോറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം, ഫേസിംഗ് വർക്ക് അതുപോലെ തന്നെ സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കാർവ്ഡ് ഇൻ ടു റിക്വയർഡ് ഷേപ്പ് ഈസിലി, ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെക്കറേറ്റീവ് ആൻഡ് ഓർണമെൻ്റൽ വർക്ക്. സോ ഇതിനെ ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് കാർവ് ചെയ്തെടുക്കാവുന്നത് കൊണ്ട് തന്നെ ഇത് ഡെക്കറേറ്റീവ് വർക്കുകൾക്കും അതുപോലെ തന്നെ ഓർണമെൻ്റൽ വർക്ക്സിനും ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്ലേറ്റ്. സ്ലേറ്റ് എന്ന് പറയുന്നതും ഒരു മെറ്റമോർഫിക് റോക്കാണ്. ഷെയിലിന് മെറ്റമോർഫിസം സംഭവിച്ച് ഉണ്ടാകുന്നതാണ്. സോ ഷെയിൽ അണ്ടർ ലോ പ്രഷർ ആൻഡ് ഹീറ്റ് കണ്ടീഷനിൽ മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്നതാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫോളിയേറ്റഡ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് ജനറലി ബ്ലാക്ക് ഇൻ കളർ. സോ ഇതിനൊരു ഫോളിയേറ്റഡ് സ്ട്രക്ചർ ആണ്, കളർ ബ്ലാക്ക് ആണ്. ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു തിൻ സ്ലാബ്സ് എലോങ് ഇറ്റ്സ് നാച്ചുറൽ ഫോളിയേറ്റഡ് പ്ലെയിൻസ്. സോ ഇതിൻ്റെ ബെഡിങ് പ്ലെയിൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം തിൻ സ്ലാബുകളായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആൻഡ് അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് വരുന്നത് 70 to 210 MPa ആണ് വിത്ത് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 2.89. ദെൻ സ്ലേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ്സ്, പാർട്ടീഷൻസ്, ഡാം പ്രൂഫ് കോഴ്സസ് എക്സെട്ര. സോ ഇത് യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാം, പാർട്ടീഷൻ വർക്കുകൾക്ക് യൂസ് ചെയ്യാം, ഡാം പ്രൂഫ് കോഴ്സുകൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ മെയിനായിട്ടും ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റൂഫിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്ന റോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ലേറ്റ് ആണ്. ദ സ്റ്റോൺ യൂസ്ഡ് ഫോർ roofing purpose is slate. Next is quartzite. So quartzite is formed by the metamorphism of sandstone. സാൻഡ്സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്നതാണ് ക്വാർട്സൈറ്റ് എന്ന് പറയുന്നത് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ക്രിസ്റ്റലൈൻ ഗ്രാനുലാർ സ്ട്രക്ചർ. ദെൻ അത് ഹാർഡാണ്, ബ്രിട്ടിലാണ്, അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല, നോട്ട് ഈസിലി വർക്കബിൾ ആണ്. ദെൻ ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് പോയിന്റുകളാണ്. മോസ്റ്റ് വെതർ റെസിസ്റ്റന്റ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ അത് ക്വാർട്സൈറ്റ് ആണ്. സോ ക്വാർട്സൈറ്റ് ഈസ് ദ മോസ്റ്റ് വെതർ റെസിസ്റ്റന്റ് മെറ്റമോർഫിക് റോക്ക് ആൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈസ് ഹയസ്റ്റ് ഫോർ ക്വാർട്സൈറ്റ്. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഏറ്റവും കൂടുതലുള്ളൊരു റോക്കാണ് ക്വാർട്സൈറ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അബൌട്ട് 115 MPa ആണ്. And it is used as a road aggregate, concrete aggregate, etc. And it is also used to construct retaining walls, rubble masonry, stone pitching, etc. So ഇതൊക്കെയാണ് അതിൻ്റെ യൂസ്. റീറ്റെയിനിങ് വാളുകളുടെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ റബിൾ മേസൺറി, സ്റ്റോൺ പിച്ചിങ് എക്സെട്ര ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ലാറ്ററൈറ്റ്. സോ ലാറ്ററൈറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റമോർഫിക് റോക്കാണ്. ഇറ്റ് ഈസ് porous and spongy in nature and it is soft and workable, hence quarrying of laterite is easy. ഇത് സോഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള റോക്കാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പെർസെൻറ്റേജ് ഓഫ് അയൺ ഓക്സൈഡ്. ലാറ്ററൈറ്റിനകത്ത് നിന്നുണ്ട് അയൺ ഓക്സൈഡിൻ്റെ ഹൈ പെർസെൻറ്റേജ് ഉണ്ട്. ഇറ്റ് ഹാസ് ലോ ക്രഷിംഗ് സ്ട്രെങ്ത് വിച്ച് ഈസ് അബൌട്ട് 1.8 to 3.1 MPa. ക്രഷിംഗ് സ്ട്രെങ്ത് ഇതിന് വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഏറ്റവും കുറവ് ക്രഷിംഗ് സ്ട്രെങ്ത് ഉള്ളത് ഇതിനാണ്, ലാറ്ററൈറ്റിനാണ്. 1.8 to 3.1 MPa ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് വരുന്നത് 2 to 2.2 ആണ്. വെൻ ഇറ്റ് ഈസ് ഡീകമ്പോസ്ഡ് ഇറ്റ് ടേൺസ് ഇൻ ടു മൂറം.
ലാറ്ററൈറ്റ് ഡീകമ്പോസ് ആയി ഉണ്ടാവുന്നതാണ് മൂറം എന്ന് പറയുന്നത്, വിച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. സോ റോഡ് കൺസ്ട്രക്ഷൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് മൂറം. അത് ലാറ്ററൈറ്റ് ഡീകമ്പോസ് ആയി ഉണ്ടാവുന്നതാണ്. ദെൻ മൂറം ഈസ് ഡീപ്പ് ബ്രൗൺ ഓർ റെഡ് ഇൻ കളർ. മൂറത്തിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? റെഡ് കളർ അല്ലെങ്കിൽ ഡീപ്പ് ബ്രൗൺ കളർ ആയിരിക്കും. ദെൻ ലാറ്ററൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ റഫ് സ്റ്റോൺ മേസൺറി വർക്ക്സ്, ഓൾസോ പേവ്മെൻറ്റ് കൺസ്ട്രക്ഷൻ വർക്ക്സ്. റഫായിട്ടുള്ള സ്റ്റോൺ മേസൺറി വർക്കുകൾക്കും പേവ്മെൻറ്റ് കൺസ്ട്രക്ഷനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ജെനിസ്. സോ ജെനിസ് ഈസ് another metamorphic rock formed by the metamorphism of granite. ഗ്രാനൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്നതാണ് ജെനിസ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫോളിയേറ്റഡ് സ്ട്രക്ചർ, ഹെൻസ് ഇറ്റ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു തിൻ സ്ലാബ്സ് എലോങ് ഇറ്റ്സ് ബെഡിങ് പ്ലെയിൻസ്. ഇതിനൊരു ഫോളിയേറ്റഡ് സ്ട്രക്ചറാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ തിൻ സ്ലാബുകളായിട്ട് അതിൻ്റെ ബെഡിങ് പ്ലെയിൻസിലൂടെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്. നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. എത്ര ഉണ്ട്? 206 to 370 MPa ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 2.69 ആണ്. ദെൻ ക്രഷ്ഡ് ജെനിസ് ഈസ് യൂസ്ഡ് ഫോർ പെർമനന്റ് കൺസ്ട്രക്ഷൻ, റഫ് സ്റ്റോൺ മേസൺറി വർക്ക്സ്, സ്റ്റോൺ പിച്ചിങ് എക്സെട്ര. ദെൻ ചില കോമൺ ആയിട്ടുള്ള മെറ്റമോർഫിസം. സോ മെറ്റമോർഫിക് റോക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഗ്രാനൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചാണ് ജെനിസ് ഉണ്ടാകുന്നത്. ദെൻ സാൻഡ്സ്റ്റോണിൽ നിന്നാണ് ക്വാർട്സൈറ്റ് ഫോം ചെയ്യുക. ദെൻ ലൈം സ്റ്റോൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ ഓർത്തിരിക്കേണ്ടതാണ്, ലൈം സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചാണ് മാർബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ മാൾ എന്ന് പറയുന്ന റോക്കിനും മെറ്റമോർഫിസം സംഭവിച്ചാൽ മാർബിൾ ഉണ്ടാവും. ദെൻ ഷെയിലിൽ നിന്നാണ് സ്ലേറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയിൽ മെറ്റമോർഫിസമായി ഉണ്ടാവുന്നതാണ് സ്ലേറ്റ്. അതുപോലെ തന്നെ ഷിസ്റ്റും ഷെയിലിൽ നിന്ന് ഫോം ചെയ്യാം. ദെൻ ഡോളമൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചാലും മാർബിൾ ഫോം ചെയ്യാം. ദെൻ ബസാൾട്ടും ട്രാപ്പും, ഇതിൽ നിന്നാണ് ലാറ്ററൈറ്റും ഷിസ്റ്റും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ദെൻ ജെനിസിന് മെറ്റമോർഫിസം സംഭവിച്ചാലും ഷിസ്റ്റ് ഉണ്ടാകാം. മഡ് സ്റ്റോണിന് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്നതാണ് സ്ലേറ്റ്. ദെൻ ലാറ്ററൈറ്റും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ലാറ്ററൈറ്റിന് ഉണ്ടാകുന്ന മെറ്റമോർഫിസത്തിലൂടെ ഫോം ചെയ്യുന്നതാണ് മൂറം. സോ ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കുക. ഇത്രയാണ് കോമൺ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ബിൽഡിംഗ് സ്റ്റോണുകൾ. നമ്മൾ റോക്കിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, ജിയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. അതിനുള്ള ഓരോ എക്സാമ്പിൾസ്, ഇഗ്നിയസ് റോക്സിനും സെഡിമെൻ്ററി റോക്സിനും മെറ്റമോർഫിക്കിനുള്ള എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ദെൻ സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ്, അതുപോലെ തന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ സിലീഷ്യസ്, കാൽക്കേറിയസ്, അർജിലേഷ്യസ്. സോ അതിനുള്ള എല്ലാ എക്സാമ്പിളുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.